वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे കാസർഗോഡിൻ്റെ കാഴ്ചകൾ കാണുവാനായി കാഞ്ഞങ്ങാടേക്ക് എത്തിയ നാം ഇപ്പോൾ കല്ല്യോട്ട് എത്തിയിരിക്കുകയാണ്. കല്ല്യോട്ട് എന്ന ഈ ഭൂമിയിലേക്ക് എത്തുവാനായിട്ട് പെരുകയിൽ നിന്നാണ് നമുക്ക് തിരിയേണ്ടത്. കാസർഗോഡ്, കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിലെ ക്ഷേത്രഭൂമികൾക്ക് എപ്പോഴുമുള്ള ഒരു സ്വഭാവം, അതായത് അത് തെയ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവനാണ്. ക്ഷേത്ര കാഴ്ചകളിൽ വലിയ അത്ഭുതങ്ങളില്ല എങ്കിലും വിശ്വാസങ്ങളിലും ഐതിഹ്യങ്ങളിലും സങ്കല്പങ്ങളിലും ഏറെ പറയുവാനുണ്ടാകും. അങ്ങനെ ഇപ്പോൾ നാം കല്ല്യോട്ട് ഒരു ഗ്രാമവീഥിയിലെത്തി നിൽക്കുമ്പോൾ ഈ ഗ്രാമവീഥികൾ നാം പോയ പല ക്ഷേത്രങ്ങളെയും അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വഴികളാണിത്. ഈ വഴികളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് എത്തുവാനാകുന്നത് ഒരു തറവാട് ക്ഷേത്രത്തിലേക്കാണ്. തറവാട് ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വിശ്വാസങ്ങളും അതിൻ്റെ ഐതിഹ്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനാകും. ഓർക്കുക, കല്ല്യോട്ട് നാം എത്തിയിരിക്കുന്നത് ഒരു ക്ഷേത്രം കാണുവാനല്ല, ഒട്ടനവധി ക്ഷേത്രങ്ങൾ കാണുവാനായിട്ടാണ്. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ എല്ലാവരെയും ഒരമ്മ മക്കളായി കണ്ട് സഹോദര ബുദ്ധിയോടെ സ്നേഹിക്കണം. സത്കർമ്മങ്ങൾ ചെയ്യണം. കഷ്ടപ്പെടുന്നവരെ സേവിക്കണം. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് അവിടുത്തെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുക. അമ്മയുടെ ഈ വാക്കുകളിലൂടെ പരമമായ ആനന്ദമറിയുവാൻ നമുക്കാകട്ടെ. കല്ല്യോട്ട് ഭഗവതി ക്ഷേത്ര കഴകം. ഈ ക്ഷേത്രം അന്വേഷിച്ചാണ് നമ്മുടെ വരവ്. കഴകം എന്ന നാമം ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനാകുന്നത് ഒരു വലിയ പ്രാധാന്യം, കോലസ്വരൂപം ഉണ്ടായിരുന്ന കാലത്ത് വലിയ പ്രാധാന്യമുണ്ടായിരുന്ന ക്ഷേത്രഭൂമിയിലേക്കാണ് നാം എത്തുന്നതെന്നാണ്. മാത്രമല്ല, ഈ ഒരു കാസർഗോഡ് ജില്ലയിലേക്ക് എത്തുമ്പോൾ, അതും കാഞ്ഞങ്ങാടിന് വളരെ അടുത്ത് നിൽക്കുമ്പോൾ, ഈ ഒരു ദേശത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഒരു ദേശമഹിമയും ഒക്കെ നമ്മുടെ കാഴ്ചകളിലും വന്നു ചേരണമല്ലോ. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, നാം കുമ്പള അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ കണ്ട അതേ ഭൂപ്രകൃതി ഇവിടെ നാം എത്തുകയാണ്. അതായത് ഭഗവതി കഴകം കാണുന്നതിന് മുൻപ് നാം ഒരു ക്ഷേത്രഭൂമിയിൽ എത്തണം. അതായത് ഇവിടെ നാഗാംബിക സാന്നിധ്യമുള്ളൊരു ക്ഷേത്രഭൂമിയാണ് ആ കാണുന്നത്. അവിടെ ആദ്യ ദർശനം നടത്തിയതിന് ശേഷം മാത്രമേ ക്ഷേത്രഭൂമിയിലേക്ക് പോകാവൂ എന്നാണ് വിശ്വാസം. നാഗാംബികയായ ദേവിക്ക് മുന്നിൽ ദർശനം നടത്തി നാം അന്വേഷിച്ച് വന്ന കല്ല്യാട്ട്
ഭഗവതി ക്ഷേത്രം കഴകത്തിലേക്ക് പോവുകയാണ്. ഈ വഴിയിലൂടെ, ഈ പച്ചപ്പിലൂടെ നടന്നാൽ നമുക്ക് ആ ഉയർന്നു കാണുന്ന പ്രദേശത്തേക്കാണ് എത്തേണ്ടത്. അവിടെയാണ് നാം അന്വേഷിച്ചു വന്ന ക്ഷേത്രമുള്ളത്. ജീവിതം തന്നെ ദുഃഖമായവർക്ക് സാന്ത്വനമായി, ജീവിതം ചോദ്യചിഹ്നമായവർക്ക് ഉത്തരമായി, ജീവിതം വഴിമുട്ടിയവർക്ക് വഴികാട്ടിയായും ആശ്രയമായും. കഥയല്ലത് ജീവിതം. 1500 എപ്പിസോഡുകൾ പിന്നിട്ടു. 7 വർഷമായി ജൈത്രയാത്ര തുടരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30. ശ്രീ കല്യോട്ട് ക്ഷേത്രകഴകത്തിൻ്റെ ഭഗവതി ക്ഷേത്രഭൂമിയുടെ തിരുമുന്നിൽ നാം എത്തുമ്പോൾ ആദ്യം തന്നെ മനോഹരമായൊരു ക്ഷേത്രക്കുളമാണ് കാണുന്നത്. പുരാതനമായൊരു ക്ഷേത്രസങ്കല്പം ഇവിടെ നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള അതിനുള്ള എല്ലാ ഉദാഹരണങ്ങളുമായി നിലകൊള്ളുന്ന ക്ഷേത്രക്കുളം. ഈ ക്ഷേത്രക്കുളത്തിൻ്റെ കരയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണുന്നത് വളരെ മനോഹരമായൊരു അരയാലാണ്. അരയാലെന്ന് പറഞ്ഞാൽ സാധാരണ നാം ധാരാളം ക്ഷേത്രങ്ങളിൽ അരയാലുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ അരയാലിനൊരു വലിയ പ്രത്യേകത തന്നെയാണ്. താഴ്ത്തടി, അതിൻ്റെ താഴ്ത്തടിയിൽ എത്രമാത്രം വേരുകളാണ് ചേർന്നിരിക്കുന്നത്, എത്ര വലിപ്പമാണ്. ഒരു ഭീമാകാരനായ അരയാലെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അത്ഭുതമില്ലാത്ത രീതിയിലുള്ള ഒരു അരയാൽ. അത്രമാത്രം വലിപ്പമുള്ള ഈ അരയാലിന് വലിയ അത്ഭുതങ്ങളുടെ കഥകളും പറയാനുണ്ട്. ഇവിടുത്തെ നാട്ടുകാരുടെ വിശ്വാസപ്രകാരം ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് 2400 വർഷത്തെ പഴക്കമുണ്ടെന്നാണ്. അതേ വർഷത്തിൻ്റെ പഴക്കം തന്നെ, 2400ഓളം വർഷം പഴക്കമുള്ള അരയാലാണ് ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തറ കെട്ടി ദീപം കൊളുത്തുകയും ചെയ്യുന്നു. അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരുപക്ഷെ ഏറെ നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന വലിയ തായ്തടിയുമായി നിലകൊള്ളുന്ന ഒരു അരയാലിനെ കണ്ടുകൊണ്ടാണ് ക്ഷേത്ര കാഴ്ചകളിലേക്ക് നാം എത്തുന്നത് പോലും. महालक्ष्मी नमोस्तुते नमस्ते गरुडारूढे कोलासुरभयङ्करी सर्वपाप हरे देवी महालक्ष्मी नमोस्तुते महादेव्यै च विद्महे विष्णुपत्नी च धीमहि तन्नो लक्ष्मी प्रचोदयात्. ശ്രീ കല്യോട്ട് ഭഗവതി ക്ഷേത്രം. ഇപ്പോൾ നാം ആ തിരുനടയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് അണിയിച്ചൊരുക്കിയിരിക്കുന്ന തിരുവായുധങ്ങളാണ്. ഇവിടെ ഈ ഭാഗങ്ങളിൽ നമുക്കറിയാം തിരുവായുധത്തിന് വളരെ പ്രാധാന്യമാണുള്ളത്. ദേവീ സങ്കല്പത്തിനെല്ലാം തന്നെ ഈ തിരുവായുധത്തിനാണ് ശക്തിപ്രഭാവം എന്ന് വിശ്വസിക്കുകയും ചെയ്തു. അത് ദിവ്യമായി കരുതിക്കൊണ്ട് ആ തിരുവാഭരണത്തെ പ്രത്യേകിച്ച് ഉയർത്തെ പീഠത്തിൽ അലങ്കരിച്ചിരിക്കുകയാണെന്ന് കാണാം. അതിൽ തന്നെ ഓരോ തുളസിയിലയും വെച്ചിട്ടുണ്ട്. ആരാധനകൾ നടക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ആ കാണിക്കുന്നത്. അതിന് മുകൾ തട്ടിൽ നമുക്ക് കാണുവാനാകുന്നത് ഇതുപോലെ പൂജിച്ച തിരുവായുധങ്ങൾ ഏറ്റവും വിശുദ്ധമായി തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതുമാണ്. ഈ തട്ട് ആകെ പരിശുദ്ധമായി കരുതുന്നു. വന്നെത്തുന്ന ഭക്തരാരും തന്നെ ഇവിടെ ഇരിക്കാറോ അല്ലെങ്കിൽ ഇവിടെ സ്പർശിച്ച് അങ്ങനെ അശുദ്ധമാക്കാറോ ഇല്ല. ശക്തിമത്തായ ഒരു ആയുധം, തിരുവായുധം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് എപ്പോഴും എല്ലാ തിന്മകളെയും ദേവി ഇല്ലാതെയാക്കിയത് ആയുധം ഉപയോഗിച്ചിട്ടാണ്. ആ ആയുധം എന്ന് പറയുമ്പോൾ തിന്മകളെ ഇല്ലാതെയാക്കുന്ന ആയുധം തന്നെയാണെന്നും തിരിച്ചറിയാം. കേരളത്തിലുടനീളം തറവാടുകളോട് ചേർന്ന് ക്ഷേത്രങ്ങളുണ്ടായിരുന്ന കാലം. ആ കാലങ്ങളിൽ ക്ഷേത്രത്തിനോടൊപ്പം കളരികളും ഉണ്ടാകും. കളരികൾ എന്നാൽ ഒരു തറവാട്ടിലെ ഓരോ കാരണവരും ആ നാടിൻ്റെ പ്രഭുവായിരിക്കും അല്ലെങ്കിൽ പ്രമാണിയായിരിക്കും. ആ പ്രമാണിയുടെ കീഴിൽ യുവാക്കൾ ഒത്തുചേർന്നൊരു കളരി ഉണ്ടാക്കിയിരിക്കും. ആ കളരിയിലെ സംഘങ്ങൾ നാട്ടിലെപ്പോഴെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് എല്ലാ കളരികളും ഒത്തുചേർന്നായിരിക്കും യുദ്ധസന്നാഹങ്ങൾക്ക് ഒത്തുകൂടുക. അതിനു വേണ്ടുന്ന കളരികൾ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് കളരി സങ്കല്പങ്ങൾ ഇവിടെ ഏറെയുണ്ട്. കളരിയെ കാത്തു സൂക്ഷിക്കുന്നതും ഭഗവതിയാണെന്നാണ് വിശ്വാസം.
ഇപ്പോൾ നാം ക്ഷേത്രത്തിന് നേരെ തിരുമുന്നിലെത്തി. ഇവിടെയാണ് ശ്രീ കല്യോട്ട് ഭഗവതി അമ്മ സാന്നിധ്യമാകുന്നത്. മര അഴുക്കോടോട് കൂടിയ സാധാരണ ഒരു ശ്രീകോവിലാണെന്ന് കാണാം. മുച്ചിലോട്ട് തെയ്യം നടക്കുന്ന മുച്ചിലോട്ട് കാവുകൾക്ക് സമാനമായ ഒരു കാവാണ് എന്നും കാണാം. എന്നാൽ അതുപോലെ തന്നെ മുച്ചിലോട്ട് കാവുകളിൽ നാം കാണുന്നത് പോലെയുള്ള നിറച്ചാർത്തുകളോടുകൂടിയുള്ള വ്യാളി രൂപത്തിൻ്റെ ആകൃതിയാണ് മുകൾ തട്ടിനെ അലങ്കരിക്കുന്നത്. ഇവിടെ സവിശേഷമായി കാണുന്ന കാഴ്ച ലോഹനിർമ്മിതമായ നിരവധി രൂപങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ സ്ത്രീരൂപം കാണുന്നു, പുരുഷരൂപം കാണുന്നുണ്ട്, എന്നാൽ പന്നിയുടെ രൂപം കാണുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ നിരവധി ഒക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട് എന്ന് കാണാം. പിന്നെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരു പഴക്കുല അത് തടിയിൽ തീർത്ത് തൂക്കിയിട്ടുണ്ട് എന്ന് കാണാം. അങ്ങനെ നിരവധി വസ്തുക്കൾ, നിരവധി മനോഹരമായ കാഴ്ചകൾ ഇവിടെ ഒത്തുചേരുന്നു. ഈ ലോഹനിർമ്മിതമായ സങ്കല്പങ്ങൾ പല ദോഷങ്ങൾ തീരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മൃഗരൂപവും അതുപോലെ സ്ത്രീരൂപവും ഒക്കെ വെക്കുന്നത്. എന്നാൽ പന്നിക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. അതായത് ചാമുണ്ഡി സങ്കല്പം ഉള്ളത് കൊണ്ട് തന്നെ തെയ്യം വേഷം കെട്ടുമ്പോൾ തെയ്യം വാഹനമായി ഉപയോഗിക്കുന്നത് പന്നി രൂപത്തിനെയാണ്. അത് നമുക്ക് കാണാനാകും. ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഒരു വലിയ കടുവയുടെ രൂപവും അതുപോലെ തന്നെ പന്നിയുടെ രൂപവുമുണ്ട്. ഇത് തെയ്യക്കാലത്ത്, അതായത് ഉത്സവകാലത്ത് ദേവീ രൂപം കെട്ടിയ തെയ്യങ്ങൾ സഞ്ചരിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ അത് കഴിഞ്ഞ് നാം എത്തുമ്പോഴേക്കും കളരി ഭഗവതി സങ്കല്പത്തിലേക്ക് എത്തുന്നു. നാം നേരത്തെ പറഞ്ഞതുപോലെ തറവാടിനോട് ചേർന്ന് ഒരു കളരി ഉണ്ടാകും. കളരിയെ കാത്തു സൂക്ഷിക്കുന്ന ഭഗവതിയുമായിരിക്കും. കളരി ഭഗവതി സാന്നിധ്യമാകുന്ന ശ്രീകോവിലിന് പുറത്തും നമുക്ക് 2 പഞ്ചലോഹ രൂപങ്ങൾ കാണാം. ഈ ലോഹനിർമ്മിതമായ രൂപം അതിൽ ഒന്ന് ഗുരുവാണ്. കളരിയുടെ സ്ഥാനം വരുന്നതുകൊണ്ട് തന്നെ കളരി ഗുരുക്കളാണ് അല്ലെങ്കിൽ കാരണവരാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഗുരുവിൻ്റെ അമ്മ ഗുരുമാത അതാണ് തൊട്ടടുത്തായി നിൽക്കുന്നത്. അപ്പോൾ ഗുരുമാത എന്ന സങ്കല്പത്തിന് അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി, ഗുരുവിൻ്റെയും കൂടി അമ്മയാകുന്നു. ഗുരുവിനും ഗുരുവാകുന്നത് അമ്മയാണ്. അപ്പോൾ ഗുരുവിൻ്റെ അമ്മയെയും ആരാധിക്കുന്നു എന്നർത്ഥം. ഇനി ക്ഷേത്ര ഐതിഹ്യം പറയാൻ ശ്രമിക്കാം. വളരെ വലിപ്പമുള്ളൊരു ഐതിഹ്യമാണത്. പക്ഷേ അതിനെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് പറയാനാകില്ലെങ്കിലും ഏകദേശം പറയാനാകുന്ന രീതിയിലൊന്ന് ചുരുക്കി പറയാം. ഇവിടെ പണ്ടുകാലമല്ല ഇന്നും നിലനിൽക്കുന്ന ഒരു സമുദായമാണ് യാദവ സമുദായം എന്നത്. പക്ഷെ പണ്ട് കാലത്ത് അവർ ജീവിച്ചിരുന്നത് തളിപ്പറമ്പിലെ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലാണ്. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ അവിടെ വെച്ച് തന്നെ അവർ വീരഭദ്രനെയും ഭദ്രകാളിയെയും ആരാധിച്ചാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അടിയോടിയുമായി എപ്പോഴോ ഒരു കാലത്ത് വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ഈ വാക്കുതർക്കത്തിൽ ഗർഭിണിയായ ഒരു സ്ത്രീ മരിക്കാനിടയാവുകയും ചെയ്തു. ഈ ഗർഭിണിയായ സ്ത്രീ മരിച്ച് ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഈ ഭൂരിപക്ഷ സമുദായവുമായുള്ളൊരു പ്രശ്നമുണ്ടാകുമോ എന്ന ഭയത്തിൽ യാദവ സമുദായം അവിടെ നിന്ന് ആ ഒരു ദേശം വിട്ടിട്ട് മറ്റൊരു ദേശത്തേക്ക് യാത്രയായി. അവർ വന്നത് ഈ പ്രദേശത്തേക്കാണ്. ഇവിടേക്ക് വന്നിട്ട് ഇവിടെ ഒരു പ്രദേശമുണ്ടാകുവാൻ, അവർക്കെല്ലാം ഒന്ന് ജീവിക്കുവാനൊരു പ്രദേശമുണ്ടാകുവാൻ വേണ്ടി തൃക്കണ്ണാടപ്പൻ്റെ ക്ഷേത്രത്തിൽ പോയി തപസ്സിരുന്നു അത്രേ. ഏറെ നാൾ അങ്ങനെ തപസ്സിരുന്നിട്ട് പിന്നീട് ഒരു പ്രദേശമാകെ അവർക്ക് താമസിക്കുവാൻ കിട്ടി. അങ്ങനെ ആ ഒരു പ്രദേശമാകെ അവർ അടക്കി ഭരിക്കുകയും അല്ലെങ്കിൽ അവിടെ ഒരു പ്രമാണികളായി മാറുകയും ചെയ്തു. അവരെ ആ ഒരു സ്ഥാനത്തിന് കൊണ്ട് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൊലായി എന്ന് പറയാൻ തുടങ്ങിയത്രേ. അത് ഉച്ചരിച്ച് ക്ലായി എന്നായി മാറി. അവർ ആരാധിച്ചിരുന്ന ഭഗവതി ക്ലായി ഭഗവതിയായി മാറുകയും ഈ ഒരു തറവാട്ടിലെ കാരണവർ ക്ലായി കൊലായി എന്നറിയപ്പെടുകയും ചെയ്തു. ഈ ഒരു വളരെ വീരത്വം നിറഞ്ഞ ഒരു വീരപുരുഷ ഭാവമായിരുന്നു തറവാട്ടിലെ കാരണവന്മാർക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. ഈ ഒരു വീരത്വം കൊണ്ടാവണം ഒരിക്കൽ, കാരണം എന്തെന്ന് അറിയാനാകുന്നില്ല, ഒരു മലയിൽ നിന്ന്, ഇവിടെ ഒരു വളരെ പ്രസിദ്ധമായ ദിവ്യമായൊരു മലയുണ്ട്, ആ മലയിൽ നിന്നൊരു കുറുന്തോട്ടി മരം തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ കൊടിമരം നിർമ്മിക്കുന്നതിനായി കൊണ്ടുവരികയായിരുന്നു അത്രേ. എന്തോ ചില കാരണങ്ങളാൽ ആ കൊടിമരത്തിനെ തകർത്ത് നാശമാക്കുകയും മാത്രമല്ല ആ പടയാളികളെ മുഴുവൻ ആക്രമിക്കുകയും ചെയ്തു ഈ സംഘം. ഇത് പിന്നീട് വലിയൊരു ശത്രുതയ്ക്ക് കാരണമാവുകയും തൃക്കണ്ണാടപ്പൻ്റെ ക്ഷേത്രഭൂമിയിൽ നിന്ന് പടയാളികൾ ഇവിടേക്ക് വന്ന് ആ ഒരു സമൂഹത്തിനെ മുഴുവൻ, അതായത് അവിടെ നിന്ന് വന്ന യാദവ സമുദായത്തെ മുഴുവനും നാശമാക്കുകയും ചെയ്തു. അതായത് ഒരാളെയും ബാക്കി വയ്ക്കാതെ വംശനാശം വരുത്തുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ അതിൽ 2 പെൺകുട്ടികൾ മാത്രം രക്ഷപ്പെടുകയും അവർ പലായനം ചെയ്യുന്ന വേളയിൽ വേങ്ങയിൽ എന്നൊരു തറവാട്ടിലെത്തുകയും ചെയ്തു. അതൊരു നായർ തറവാടാണ്. ആ നായർ തറവാട്ടിലെ കാരണവർക്ക് ഈ കുട്ടികളോട് സഹതാപം തോന്നുകയും അവരെ തങ്ങളുടെ വീട്ടിൽ പാർപ്പിക്കുകയും ചെയ്തു. അന്വേഷിച്ച് വന്ന പടയാളികളോട് ഇത് സ്വന്തം മരുമക്കളാണ് എന്ന് പറഞ്ഞത് കാരണം അവർ പിന്നെ കൂടുതലൊന്നും അല്ലെങ്കിൽ ആക്രമിക്കാൻ നിൽക്കാതെ മടങ്ങിപ്പോയത്രേ. അങ്ങനെ ആ യാദവ സമുദായത്തിൽ അന്ന് വന്നവരിൽ ആകെ 2 പെൺകുട്ടികൾ മാത്രം ബാക്കിയാവുകയും ബാക്കി എല്ലാവർക്കും വംശനാശം സംഭവിക്കുകയും ചെയ്തു. അത് തൃക്കണ്ണാടപ്പൻ്റെ കൊടിമരത്തിനോട് ചെയ്ത ആ ഒരു അനീതി കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഒക്കെ പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഈ പെൺകുട്ടികൾ ആ തറവാട്ടിൽ നിന്ന് വളരുകയും ആ പെൺകുട്ടികളെ പിന്നെ പ്രായമെത്തിയപ്പോഴേക്കും വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൽ മൂത്തയാളെ വിവാഹം കഴിച്ചത് ഈ ഒരു പ്രദേശത്തേക്ക് ആണ് കൊണ്ടുവന്നത്. അതായത് കല്യാട്ട് തറവാട്ടിലേക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തത്.
കല്യാട് തറവാടിലേക്ക് ആ കുട്ടി വരികയും പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അനുജത്തിയെ തൊട്ടരികിലുള്ളൊരു മറ്റൊരു പ്രദേശത്തേക്കും വിവാഹം കഴിച്ചു കൊടുത്തു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ആ പഴയ കുടുംബം നിന്നിരുന്ന പ്രദേശത്ത് പോകാൻ ആഗ്രഹിക്കുകയും അവിടേക്ക് പോവുകയും ചെയ്തു. അവിടേക്ക് പോയപ്പോൾ അവിടെ അന്നും ഈ ദേവിയുടെ തിരുവാഭരണങ്ങളും മറ്റുള്ള തിരുവായുധങ്ങളുമൊക്കെ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഈ കുട്ടികളെ കണ്ടപ്പോൾ ആ തിരുവായുധം ചലിക്കുകയും മൂത്ത സഹോദരി തിരുവായുധം തൻ്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞു കൊണ്ടുവരികയും ആഭരണങ്ങളെല്ലാം അനുജത്തിക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആയുധം ഇവിടെ കൊണ്ടുവന്ന് വീടിൻ്റെ മച്ചിൽ, അതായത് കഴുക്കോലിന് ഉറപ്പിക്കുന്ന സ്ഥലത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തത് ആ സമയത്ത് അവരുടെ മുറിയിൽ തന്നെ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു തിരുവായുധം ചലിക്കുവാൻ തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് ചലിക്കുവാൻ തുടങ്ങി. ഈ സമയത്ത് ആ കുട്ടിയുടെ ഭർത്താവ് മദ്യപിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ തിരുവായുധം ചലിക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ദേഷ്യം വന്ന അദ്ദേഹം തിരുവായുധം വലിച്ച് പുറത്തേക്ക് എറിഞ്ഞു. ഈ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ തിരുവായുധം വന്ന് വീണെടുത്താണ് ഇന്ന് നാം കാണുന്ന അരയാലുണ്ടായത്. അതായത് ദേവിയുടെ തിരുവായുധത്തിന് തത്തുല്യമായ ശക്തിയുള്ള അരയാലാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊരു വലിയ വിശ്വാസമുള്ളത് അതുകൊണ്ടാണ്. അങ്ങനെ പിന്നീട് അത് ദേവീ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കുകയും അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അന്ന് ആ തറവാട് നിന്ന പ്രദേശത്ത് പിന്നീട് ക്ഷേത്രം നിർമ്മിച്ചു. പിന്നെ ദേവിയുടെ ഹിതമനുസരിച്ച് തന്നെ നേരെ കാണുവാനാകുന്ന രീതിയിൽ ക്ഷേത്രത്തിന് തിരുമുന്നിൽ തന്നെ ആ തറവാട് ഉണ്ടാകണമെന്ന് കരുതി അന്ന് തറവാടും സ്ഥാപിച്ചു. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം. ക്ഷേത്രം ഇവിടെ ഉണ്ടായി വരുവാനുള്ള കാരണം നാം ഈ പറഞ്ഞ സങ്കല്പമാണ്. മഹാദേവി മഹാശക്തിം ഭവാനീം ഭവവല്ലഭാം ഭവാതി ഭഞ്ജനകരീം വന്ദേ ത്വാം ലോകമാതരം ഭക്തപ്രിയാം ഭക്തിഗമ്യാം ഭക്താനാം കീർത്തിവാർധികാം. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരീ സർവപാപ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. തെയ്യം കെട്ടലിന് പ്രാധാന്യമുള്ള ക്ഷേത്രഭൂമികളാണ് ഈ ദേശത്തുള്ളത് എന്നതുകൊണ്ട് ഇവിടെ ദേവീക്ഷേത്ര ഐതിഹ്യവും വിശ്വാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഇവിടെ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന്, അതായത് ക്ഷേത്രത്തിൻ്റെ നാം ദർശിക്കുവാനെത്തുന്ന ആളുടെ ഇടതുഭാഗത്തായി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ വലതുഭാഗത്തായി മറ്റൊരു ശ്രീകോവിൽ കാണാമെന്നുള്ളതാണ്. ഇവിടെ വിഷ്ണുമൂർത്തി ദേവസ്ഥാനമാണുള്ളത്. നാം പറഞ്ഞല്ലോ, എപ്പോഴും തെയ്യം കെട്ടലിൽ വിഷ്ണുമൂർത്തിക്ക് വലിയ സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് തന്നെ വിഷ്ണുമൂർത്തി സ്ഥാനം ഇവിടെ ഉണ്ടാകുമ്പോൾ വിഷ്ണുമൂർത്തി ശ്രീകോവിലും ഇവിടെ നിലകൊള്ളുന്നു. തറവാടുകളോട് ചേർന്ന് പണ്ട് കാലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഉണ്ടായിരുന്ന കളരികൾ. ആ കളരികളിൽ അഭ്യാസവും വാൾപ്പയറ്റും ഒക്കെ നടത്തിയിരുന്നു. അതിന് പല നിഷ്ഠകളും ഉണ്ടായിരുന്നു. അതിൽ 42 കളരി എന്നറിയപ്പെടുന്ന കളരിയാണിത്. ഇത് പഴയ കാലത്തുണ്ടായിരുന്നതാണ്, എന്നാൽ ഇപ്പോഴൊന്ന് പുതുക്കിയെടുത്തിരിക്കുകയാണ് എന്ന് കാണാം. അപ്പോൾ ക്ഷേത്ര കാഴ്ചകൾ കാണുമ്പോൾ ഈ കളരിയും ആ പഴമയെ ഓർമ്മപ്പെടുത്തുന്നു. ഈ കളരിയോട് തൊട്ടു ചേർന്ന് വലിയ പാറകളുണ്ട്. ആ പാറകളിൽ ധാരാളം ഇരുമ്പയിരുണ്ട് എന്നാണ് പറയുന്നതല്ല, അത് സത്യമാണിതാ. നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ കഷ്ണങ്ങൾ.
അതായത് ഇവിടുത്തെ തിരുവായുധങ്ങൾ നാം ധാരാളം കണ്ടല്ലോ, ദേവിയുടെ തിരുവായുധങ്ങൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ആ ആയുധങ്ങൾ മുഴുവനും ഇങ്ങനെ ഈ ഇരുമ്പയിരിൽ നിന്ന് ഉരുക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതായത് ഇവിടുത്തെ എല്ലാ ആയുധങ്ങളും ഇവിടെ തന്നെ നിർമ്മിച്ചതാണ്. വളരെ പഴയ കാലത്ത് വാൾപ്പയറ്റൊക്കെ നടന്നിരുന്ന കാലത്തും ആയുധങ്ങൾ ഇവിടെ തന്നെ ഉരുക്കി നിർമ്മിച്ചിരുന്നു എന്നാണ് അർത്ഥം. ഇതിപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഉരുക്കിയതിന് ശേഷം ബാക്കിയുള്ളതാണ്. നല്ല കട്ടിയുള്ള ഇരുമ്പാണ്. ആ ഒച്ച കേൾക്കുമ്പോൾ മനസ്സിലാവും ഇരുമ്പ് തന്നെയാണ്. ഇങ്ങനൊരു കാഴ്ച കൂടി ഈ കൂട്ടത്തിൽ കാണാനുണ്ട്. കളരിയുടെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ 4 ഭഗവതിമാർ ഒത്തുചേർന്നിരിക്കുന്നൊരു ക്ഷേത്രഭൂമിയുടെ കാഴ്ച കാണാനുണ്ട്. അതിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. പക്ഷേ ആ സമയം നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യം നമുക്ക് ഏകദേശം ഒപ്പിയെടുക്കുവാൻ പറ്റുന്ന ഒരു ഭൂമികയാണിത്. ഉയർന്നു നിൽക്കുന്ന കുന്നം പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ സൂര്യൻ്റെ കാഠിന്യം, ചൂടിൻ്റെ കാഠിന്യം വളരെയേറെ കൂടുതലാണ്. 4 ഭഗവതിമാർ സാന്നിധ്യമാകുന്ന ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞുവല്ലോ. അതിലാദ്യം തന്നെ ശ്രീ ആര്യമാല ഭഗവതി ക്ഷേത്രം. ആര്യമാല ഭഗവതി ക്ഷേത്രം ആര്യങ്കാവിൽ നിന്ന് വന്നുവെന്നും അതല്ല ആര്യന്മാരുടെ ആരാധനാ ക്ഷേത്രമാണെന്നും ഒക്കെ വിശ്വാസങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ആധികാരികമായ ചരിത്രങ്ങൾ നമുക്കറിയാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ശ്രീ പടാർകുളങ്ങര ഭഗവതിയാണ് തൊട്ടടുത്തായിട്ടുള്ള ശ്രീകോവിൽ. എല്ലാം ചെറിയ ചെറിയ ശ്രീകോവിലാണ് എന്ന് കാണാം. ഉപദേവതാ സങ്കല്പങ്ങളും ക്ഷേത്രത്തിൽ ചെറിയ രീതിയിൽ കാണുവാനാകുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് ഒരു പ്രധാന ക്ഷേത്രത്തിൻ്റെ സങ്കല്പം വരുന്ന രീതിയിൽ ഒരു വലിയ ചുറ്റമ്പലം അല്ലെങ്കിൽ വലിയൊരു മതിൽക്കകം കാണുന്നത്. അവിടെ ഒരു പടിപ്പുരയും കാണാം. അവിടെ നമുക്ക് കാണാനാകുന്ന 2 ശ്രീകോവിലുകളാണ്. ആ ഒരു ശ്രീകോവിലിനകത്ത് ശക്തിഭാവമാകുന്ന പറമ്പത്ത് ശ്രീ കുതിരകാൽ ഭഗവതിയാണ്. അപ്പുറത്തായി രക്തബീജനം. ഐതിഹ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യാദവ സമുദായം അല്ലെങ്കിൽ യാദവ കുടുംബങ്ങൾ ആ കാലത്ത് തളിപ്പറമ്പിൽ നിന്ന് പെരിഞ്ചല്ലൂരിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ തന്നെ അവരുടെ ഒപ്പം അവരുടെ വീരഭദ്രസ്വാമിയെയും ദേവിയെയും കൊണ്ടുവന്നിരുന്നു. ആ ദേവിയും വീരഭദ്രനുമാണ് ഇവിടെ സാന്നിധ്യമാകുന്നത്. കുളങ്ങര ശ്രീ നാഗാംബിക ക്ഷേത്ര സന്നിധിയിലേക്ക് നാം വീണ്ടും എത്തുകയാണ്. ക്ഷേത്രഭൂമിയുടെ കാഴ്ചകളിലേക്ക് വന്നപ്പോൾ ആദ്യം തന്നെ നാം കഴകം അവിടേക്ക് പോകുന്നതിന് പ്രധാന ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഇവിടെ വന്ന് ഒന്ന് ദർശനം നടത്തിയതാണ്. പക്ഷേ ആ സമയത്ത് ഐതിഹ്യത്തെക്കുറിച്ച് നമുക്ക് അത്ര ധാരണയുണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളിൽ പ്രകാരം ശ്രീ നാഗാംബിക സന്നിധിയിൽ ആദ്യം തൊഴണമെന്ന് മാത്രമാണ് നാം മനസ്സിലാക്കിയത്. അതിനുശേഷം ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മനസ്സിലാക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അറിയുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ആദ്യം തൊഴണമെന്ന വിശ്വാസം വന്നു എന്ന് വെച്ചാൽ, ഈ ക്ഷേത്രഭൂമിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതായത് നാം കാണുന്ന കല്യോട്ട് ഭഗവതി കഴകം ഉണ്ടാകുന്നതിന് മുൻപ് ഈ ക്ഷേത്രഭൂമി നിലനിന്നിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നാം പറഞ്ഞുവല്ലോ. ഈ ഒരു വേങ്ങര തറവാടിൻ്റെയും അവരുടെ ഒരു ചൈതന്യം അവിടെ വരുന്നതിൻ്റെ കാരണമൊക്കെ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ അവരിവിടെ വേങ്ങര തറവാട്ടിലേക്ക് വരുന്നതിനും മാത്രമല്ല യാദവന്മാർ പലായനം ചെയ്ത് ഈ വരുന്ന ഭൂമിയിൽ വരുന്ന സമയത്തുമൊക്കെ ഈ ഒരു ക്ഷേത്രം നിലവിലുണ്ടായിരുന്നു. അതായത് ബ്രാഹ്മണ സങ്കേതമായിരുന്നു ഈ പ്രദേശമെന്നർത്ഥം. ഇവിടെ ഒരു ബ്രാഹ്മണ ഇല്ലം ഉണ്ടായിരിക്കും, ധാരാളം ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടാവുകയും ഈ ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായി, നാഗാംബിക ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായി ബ്രാഹ്മണ രീതിയിൽ പൂജകൾ കഴിച്ചു പോരുകയും ചെയ്തിരുന്നു. ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു ബ്രാഹ്മണന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനായി അദ്ദേഹത്തിൻ്റെ ആശ്രിതനായി ഉണ്ടായിരുന്നത് വേങ്ങര തറവാട്ടിലെ ഒരു അംഗമായിരുന്നു. ഒരിക്കൽ ഈ നമ്പൂതിരി കുടുംബത്തിലേക്ക് തൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ അംഗങ്ങളും ഒരു വസൂരി രോഗം വന്ന് മരണപ്പെടുകയും ഇദ്ദേഹം മാത്രം ഒറ്റയ്ക്കാവുകയും ചെയ്തു. ഇങ്ങനെ ഒറ്റയ്ക്കാവുന്ന കാലത്ത് അദ്ദേഹം ഒരു തീർത്ഥാടനത്തിന് പുറപ്പെട്ടപ്പോൾ പ്രഭാതത്തിൽ നടന്നു പോയി അദ്ദേഹം പൂജകൾ കഴിച്ച് പോയതിനു ശേഷം അടുത്ത ദിവസം പ്രഭാതത്തിൽ പൂജകൾക്ക് മുമ്പ് തിരിച്ചെത്തിക്കൊള്ളാം എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ വാക്ക് കൊടുത്തു, അദ്ദേഹം തീർച്ചയായും വരുമെന്നും അതിനുള്ള പൂജാദ്രവ്യങ്ങളെല്ലാം അടുത്ത ദിവസത്തെ പൂജാദ്രവ്യങ്ങളെല്ലാം തന്നെ എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷേ ഇദ്ദേഹത്തിന് പോയിട്ട് ആ ഒരു കൃത്യം സമയത്തിന് തിരിച്ചെത്തുവാനാകാതെ വന്നപ്പോൾ ഈ വേങ്ങര തറവാട്ടിലെ അംഗം അകത്തേക്ക് പ്രവേശിക്കാമോ എന്ന സംശയത്തോടു കൂടി ഒരു കാല് മാത്രം അകത്തേക്ക് എടുത്തു വെച്ചുകൊണ്ട് അവിടെ പൂജ കഴിച്ചു അത്രേ. ഇങ്ങനെ അകത്തേക്ക് കാലെടുത്ത് വെച്ച് പൂജ തുടങ്ങിയതും തന്നെ ആദ്യത്തെ നമ്പൂതിരി മടങ്ങിയെത്തി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അവിടെ നിന്ന് മാറേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ നിന്ന് പൂജകൾ കഴിച്ചോളൂ. ഇനി മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പൂജാതി കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കോളൂ. പക്ഷേ ഇപ്പോൾ ചെയ്തതുപോലെ ഒരു കാൽ മാത്രം അകത്തേക്ക് വെച്ച് പൂജ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ അന്ന് വേങ്ങര തറവാട്ടിലേക്ക് ആ ബ്രാഹ്മണ കുടുംബം ഇവിടുന്ന് മുഴുവനായും മറിഞ്ഞു പോവുകയും, അതായത് ഏറെ പേർ മരണപ്പെട്ടു. അതിനുശേഷം ബാക്കിയുള്ളവർ ഇവിടുന്ന് പലായനം ചെയ്തു പോവുകയും ഈ ക്ഷേത്രം വേങ്ങര തറവാടിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കല്യോട്ട് ഭഗവതി ക്ഷേത്രവുമായി ഈ ക്ഷേത്രം ബന്ധം വരുന്നത്. എന്നാൽ കല്യോട്ട് ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ആദ്യം ഇവിടെ എത്തി ദർശനം നടത്തണമെന്ന വിശ്വാസം വന്നത്. യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായതി ശബ്ദിതാ. നമസ്തേ
नमस्तस्यै 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 नमो